ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഫുള്ള് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പഴമയെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ കൂടെ കൂടാം. എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്ത് വൈപ്പിൻ തിരുത്തിൻ്റെ മുനമ്പത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് പള്ളിപ്പുറം. ഒരു കാലത്ത് യുദ്ധതന്ത്രപ്രധാനമായിരുന്ന ഈ സ്ഥലത്ത് കൂടിയാണ് കടലിൽ നിന്ന് കൊടുങ്ങല്ലൂർ കായലിലേക്ക് പ്രവേശനം. കേരളത്തിൻ്റെ ആദ്യത്തെ അച്ചടിശാലയും ഇവിടെയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കോട്ടയിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയിലേക്ക് നദിക്കടിയിലൂടെ ഒരു തുരങ്കമുണ്ടെന്നും പറയപ്പെടുന്നു. പാളയം കൊട്ടാരത്തിൽ നിന്നും കോട്ടയിലേക്ക് തുരങ്കമുണ്ടെന്ന് പറയുന്നു. രണ്ടാം പോർച്ചുഗീസ് വൈസ്രോയിയും കോളനിവൽക്കരണത്തിൻ്റെ സ്ഥാപകനുമായ അൽ ബുക്കർക്കാണ് ഇത് പണിതത്. കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപുകളുടെ വടക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിപ്പുറം കോട്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച 3 നിലകളുള്ള ഒരു നിർമ്മിതി. ഇന്ത്യയിലെ അവശേഷിപ്പിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ സ്മാരകം. 1503 പറവൂർ പാലിയത്തച്ഛൻ്റെ സഹായത്തോടെ പോർച്ചുഗീസ് പണിതീർത്ത പള്ളിപ്പുറം കോട്ട ആയിക്കോട്ട അല്ലെങ്കിൽ ആലിക്കോട്ട എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. കടൽ തീരത്തെ വ്യാപാരവും കപ്പലുകളുടെ ചലനവും നിരീക്ഷിക്കുന്നതിനായി നിർമ്മിച്ച ഈ കോട്ട ഒരു ഔട്ട് പോസ്റ്റായിരുന്നു. ഇന്ത്യയിലെ യൂറോപ്യന്മാരുടെ ഏറ്റവും പഴയ മധ്യകാല അവശിഷ്ടങ്ങളിൽ ഒന്നാണ് ഈ കോട്ട. 1661 ഡച്ചുകാർ കോട്ട കീഴടക്കി. 1789 പഴയ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരിൽ നിന്ന് കോട്ട തിരികെ വാങ്ങി. ഈ കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിൽ ലാറ്ററിറ്റിക് ബ്ലോക്കുകൾ, ഗ്രാനൈറ്റ്, മരം എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളാണ് ഈ കോട്ടയ്ക്കുള്ളത്. ഏറ്റവും താഴ്ന്ന നിലയ്ക്ക് താഴെ ഒരു നിലവറയുണ്ട്. പണ്ടുകാലത്ത് വെടിമരുന്നുകൾ സൂക്ഷിക്കാനാണ് അത് ഉപയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തകർന്നു കിടക്കുന്ന ഒരു ചാപ്പലും കിഴക്ക് ഒരു പഴയ ചാപ്പലും ആധുനിക പള്ളിയും ഉണ്ട്. ഈ കോട്ടയിലേക്കുള്ള സന്ദർശനം ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നതാണ്. കൂടാതെ കേരളത്തിൻ്റെ സമുദ്ര ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടവും നൽകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണിത്.